നമസ്കാരം. തൃശ്ശൂരിലും പാലക്കാടും തുടർച്ചയായ രണ്ടാം ദിനവും നേരിയ ഭൂചലനമുണ്ടായി. പുലർച്ചെ 3:55-നായിരുന്നു തൃശ്ശൂരിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. ഈ സമയത്ത് ഒരു ആന ഞെട്ടിയുണരുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൊമ്പൻ പാറന്നൂർ നന്ദൻ എന്ന ആനയാണ് ഞെട്ടിയുണരുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇന്ന് പുലർച്ചെ 3:45 നടന്ന സംഭവത്തിൻ്റെ ദൃശ്യങ്ങളാണിത്. ഉറക്കത്തിലായിരുന്ന ആന ഞെട്ടിയുണരുന്നതും ചിഹ്നം വിളിക്ക് സമാനമായ ശബ്ദം വെച്ച് എഴുന്നേൽക്കുന്നതും തുമ്പക്കൈ ഉയർത്തുന്നതുമെല്ലാം ദൃശ്യങ്ങളിലുണ്ട്. ഭൂചലനം അനുഭവപ്പെടുന്നതിന് മുൻപെയാണ് ആന ഞെട്ടി ഉണർന്നതെന്നാണ് കരുതുന്നത്. കുന്നംകുളം, എരുമപ്പെട്ടി, വേലൂർ, വടക്കാഞ്ചേരി മേഖലകളിലാണ് പ്രകമ്പനമുണ്ടായത്. ഏതാനും സെക്കൻഡുകളോളം ഇത് നീണ്ടുനിന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്നലെ രാവിലെയും ഈ മേഖലയിൽ ഭൂചലനം ഉണ്ടായിരുന്നു. അതേസമയം പാലക്കാടും ഇന്ന് പുലർച്ചെ ഭൂചലനം അനുഭവപ്പെട്ടു. തൃത്താല, ആനക്കര ഭാഗങ്ങളിലാണ് ഇന്നും പുലർച്ചെ 4 മണിയോടെ ഭൂചലനം ഉണ്ടായത്. തുടർചലനങ്ങൾ ഉണ്ടായേക്കാമെന്നും എന്നാൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. തൃശ്ശൂരിൽ നിന്ന് 18 കിലോമീറ്റർ വടക്ക് മാറിയാണ് പ്രഭവകേന്ദ്രം എന്നാണ് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയുടെ പ്രാഥമിക നിഗമനം. ഇന്നലെ തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം, തലപ്പള്ളി താലൂക്കുകളുടെ വിവിധ ഭാഗങ്ങളിലും അതിർത്തിയിലുള്ള പാലക്കാട് ജില്ലയിലെ പ്രദേശങ്ങളിലും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. രാവിലെ 8:15-ന് ഏകദേശം 4 സെക്കൻഡ് നീണ്ടുനിന്ന മുഴക്കത്തോടു കൂടിയ പ്രകമ്പനമാണ് റിപ്പോർട്ട് ചെയ്തത്. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ 3 തീവ്രത രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഭൂമിക്ക് അടിയിൽ നിന്നും മുഴക്കവും വിറയലും അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു. റവന്യൂ ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിരുന്നു.